അറബിക് സംഭാഷണം. അറബിക് സംഭാഷണമാണ്. സംഭാഷണം എന്ന് പറഞ്ഞ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരാള് കൃഷിക്കാരിയാണ്, പാടത്ത് കൃഷി ചെയ്യുന്ന ഒരാളാണ്, മറ്റൊരാള് ഗൾഫിലാണ്, ദുബായിൽ. അങ്ങ് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു പച്ചക്കറി മാർക്കറ്റിൽ വെച്ചിട്ട് സുഹൃത്തായ ഈ കർഷകയെ കണ്ടുമുട്ടുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യമാണ് അതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. രണ്ടുപേരാണ്. ചൊക്ലി UP സ്കൂൾ പഠിക്കുകയാണ്. UP വിഭാഗം മത്സരത്തിൽ ആയിഷ അസ കൂടെ റിസ്വാന, രണ്ടുപേരും. നമസ്കാരം. ഗുഡ് ഈവനിങ്. ഹൗ ആർ യു? ഐ ആം ഫൈൻ. നിങ്ങൾ ഫൈൻ അല്ലേ? ഓക്കെ. മോളുടെ പേരെന്താണ്? റിസ്വാനയുടെ വീട് എവിടെയാ? കീഴ്മാടം. മോളുടെ വീട് മേൽമാടം, കാഞ്ഞരം, ചൊക്ലി. ഇപ്പൊ രണ്ടുപേരുടെയും വീട് അടുത്താണോ? കുറച്ച് ഓട്ടോയിൽ പോണോ, ബസ്സിൽ പോണോ, നടന്നിട്ട് പോണോ? മൈക്ക് പറ. ബസ്സിലും പോവാ, ഓട്ടോയിലും പോവാ, വേണ്ടി വന്നാൽ നടന്നിട്ടും പോവാ അല്ലേ? ഓക്കെ. നമ്മൾ അറബിക് സംഭാഷണം പഠിപ്പിച്ചാരാ? മിസ് ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. മിസ്സിന്റെ വീട് എവിടെയാ? കവിയൂർ. സത്യം? ആര് പറഞ്ഞു? ടീച്ചർ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ടീച്ചറോട് ചോദിച്ചു? ടീച്ചർ വീട് ചോദിച്ചാ? ചോദിച്ചു. ഓക്കെ. പിന്നെ വേറെ ആരും ഇവിടെ വന്നേ? ഉമ്മ ഉണ്ട്, ടീച്ചർ ഉണ്ട്, പിന്നെ പഠിപ്പിക്കുന്ന ഒരു ട്രെയിനർ മൻസൂർക്ക. ആരൊക്കെയാണ്? ഉമ്മയുടെ പേര് ഷമീജ. പിന്നെ ടീച്ചറുടെ പേര് റോഷ്നി, പഠിപ്പിച്ച ടീച്ചറുടെ പേര് തസ്നി, വേറെ മാഷായിട്ട് പഠിപ്പിച്ച മൻസൂർ. ഇവർ വന്നിട്ടുണ്ട്. ഓക്കെ. ഉപ്പാന്റെ പേരെന്താ? സിറാജ്. എന്ത് ചെയ്യുന്നു? പത്തനംതിട്ടയിലെ ഹോട്ടലിലാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഉപ്പയോട് വിളിച്ചാല് പത്തനംതിട്ടയിൽ വിളിച്ചിട്ട് കണ്ണൂരിന്റെ അന്വേഷണം പറഞ്ഞത് പറയണേ. ഓക്കെ. എന്റെ മോളുടെ കൂടെ വീട്ടിലാരൊക്കെ ഉണ്ട്? പിടിച്ചോ, മൈക്ക് പിടിച്ചോ. ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്, ഉമ്മാമ്മ ഉണ്ട്, ഒരു ഏട്ടത്തിണ്ട്, അനിയനും. ഇപ്പൊ മോളുടെ കൂടെ ആരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്? ആരും വന്നിട്ടില്ല. ഉപ്പാന്റെ പേര് അസീസ്. എന്ത് ചെയ്യുന്നു? ഓട്ടോ ഡ്രൈവ്. എവിടെയാ? നാട്ടിൽ തന്നെയാണോ? ഓക്കെ. ഉമ്മാന്റെ പേര് റജില. ഉമ്മാമ്മന്റെ പേര് സുലൈഖ. പിന്നെ രണ്ട് ഏട്ടത്തിയും അനിയനും. അവരുടെ പേര്? ഏട്ടത്തിന്റെ പേര് റിഫ ഫാത്തിമ, അനിയന്റെ പേര് മുഹമ്മദ് അമി. നിങ്ങൾക്ക് അനിയനോ അനിയത്തി ആരോ ഉണ്ടോ? ആ പേര് പറ. ഇത്താത്തന്റെ പേര് അനം ഫാത്തിമ. ഇപ്പൊ ഇവിടെ എത്ര പേര് വന്നു? ഇപ്പൊ ഞാൻ കാണുന്നുണ്ട്. എത്ര പേര് വന്നു? ഇപ്പൊ കൈ കൊണ്ട് കാണിക്കണ്ട. ആടുന്ന് ടീച്ചറും എല്ലാരും കൂടി 3 നാളിന്ന് കാണിക്കണ്ട. അങ്ങോട്ട് നോക്കാം. എന്റെ മുഖത്ത് നോക്കി പറ. 4 പേര്. 4 പേരാണ്. ആ 4 പേര് ആരൊക്കെയാണ്? ഉമ്മ, ടീച്ചർ, പഠിപ്പിച്ച ടീച്ചർ, പഠിപ്പിച്ച മാഷ്. ഓക്കെ. 2 ടീച്ചറും 1 മാഷും 1 ഉമ്മയും അല്ലേ? അപ്പൊ നമുക്ക് പ്രഭാഷണയിൽ ആരാ ഗൾഫിൽ നിന്ന് വരുന്നതാണ്? ദുബായിലാണോ? എവിടെ വരുന്നത്? ഗൾഫിൽ നിന്ന് വരുന്നേ? ദുബൈയിൽ നിന്ന്. മൈക്കിൽ ദുബായിൽ നിന്ന് ഗൾഫിലാ? അല്ല, ദുബായിൽ നിന്ന് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്ന ആരെ കൂട്ടത്തില്? നിങ്ങളാണ് ദുബായിൽ നിന്ന് വരുന്നത്. പാസ്പോർട്ട് ഉണ്ടോ? പാസ്പോർട്ട് എടുക്കാണ്ട് ദുബായി പോയിട്ട് വരുന്ന തിരിച്ചു വരികയാണ്. അപ്പൊ കർഷകി നിങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ ദുബായിൽ നിന്ന് വരുന്ന ആളെ പേരെന്താ? കഥാപാത്രത്തിന്റെ പേര്? ഹുദ. കർഷകയുടെ പേര് നജ. അപ്പം നജയും ഹുദയും ആണ് സംസാരിക്കുന്നത്. നജ കർഷകയാണ്, ഹുദ പിന്നെ ഗൾഫിൽ നിന്ന് വരുന്ന ആളാണ്. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം. അതിന്റെ കാര്യം എനിക്ക് പറഞ്ഞു തരണേ, മലയാളത്തിൽ പറഞ്ഞു തരണേ. റെഡി? ഇതാ പിടിച്ചോ. രണ്ടുപേരും കൂടി പറഞ്ഞു. السلام عليكم يا نجاح. وعليكم السلام ورحمة الله وبركاته. على بعدك. وين كنت يا هدى؟ كنت في خارج. فين؟ في دبي. متى وصلتي؟ قبل أسبوع. كيفك أنت يا نجاح؟ كويس الحمد لله. وكيف أحوالك يا هدى؟ تمام الحمد لله. ليش انت هنا يا هدى؟ لشراء الهضربات. أنت وحيدة؟ نعم أنا وحيدة. وأنتي؟ معي صديقاتي. أين هن يشترين الهضربات من ذلك القصب. لماذا لا تزري الهضربات؟ أنا ما أعرف كيف أزرع الهضربات صحيحا. ما في مشكلة، سأساعدك. مشكور. عفوا، جئت هنا لبيع الهضربات. إي صح. ذاكركن كل الهضربات يلوية. صح. كلها مزرعة بدونه أي مواد كيميائية. هل هناك الهضربات من مزرعتك؟ نعم، هيا لنرى الهضربات الطازجة من مزرعتي. واو ما شاء الله. جزر، بامية، طماطم، باذنجان، أوراق القارية، نعناع، كل منها من زراعتك. صح.
أيوة ذاك الهلروات كل مزرعة علوية من مزرعتي. ممتاز. أتزرع وحيدة؟ സത്യം പറഞ്ഞാല് ഇവര് സംസാരിച്ച അത്ഭുതമുണ്ട്. അത്ഭുതം അവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ കുറെ ആൾക്കാരുടെ പേരാണോ പറയുന്നത്? എന്തൊക്കെയായാലും പറയുന്ന കാര്യങ്ങള്? Vegetables. വെജിറ്റബിൾസില് പച്ചക്കറി, തക്കാളിക്ക് അവിടെ എന്താ വില? പച്ചക്കറിയുടെ വില പറയുന്നുണ്ട് അതിന്റെ അകത്ത്? ഒന്നുമില്ല. ഒരുപാട് പച്ചക്കറികൾ കണ്ട ഒരു കാര്യമാണ് അല്ലേ? ഇപ്പൊ ദുബായിൽ നിന്ന് വന്നിട്ട് നാട്ടിലെവിടെയാ സ്ഥലം? നാട്ടില് ഈ കർഷകരുടെ സ്ഥലം എവിടെയാ നാട്ടില്? ചൊക്ലി. എന്തായാലും ചൊക്ലിയിലുള്ള ഒരു കർഷകയും അതുപോലെ തന്നെ സുഹൃത്തായിട്ടുള്ള ഒരു ഗൾഫിൽ നിന്ന് വന്ന സുഹൃത്തും കൂടിയാണ്. ഇത്രയും വളരെ മനോഹരം. എന്താ പറയുക, ഇവരുടെ സംസാരം നമ്മളിപ്പം ആ ഒരു പ്രൊണൗൺസിയേഷൻ കേൾക്കുമ്പോൾ നമ്മൾ വിദേശത്തൊക്കെ പോയിട്ട് നമ്മൾ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, അവിടുത്തെ അനൗൺസ്മെന്റ്. അത്രയും കൂടെ വളരെ മനോഹരമായിട്ട് മാത്രം ഇവർ സംസാരിക്കുമ്പം ഇവിടെ മുഖത്തുള്ള ഭാവങ്ങളും കൂടി ചേരും. വളരെ അടിപൊളിയാണ്. സൂപ്പർ കേട്ടോ. അപ്പം എല്ലാവിധ ആശംസ നേരെയാണ്. കൂടെ 2 പേർക്കും നമ്മുടെ കണ്ണൂർ വകയായിട്ട് ഒരു സ്കൈ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന ഒരു സ്നേഹ സമ്മാനം. അപ്പം ഭാവിയിൽ ഒരുപാട് ഉയർന്നങ്ങൾ എത്തട്ടെ. അതുപോലെ തന്നെ വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക. ശരീരത്തിന് നമ്മുടെ സൗന്ദര്യവർദ്ധനത്തിന് നമുക്ക് ഒരുപാട് കണ്ണിനും എല്ലാത്തിനും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ഭക്ഷണ ഇനമാണ് വെജിറ്റബിൾസ്. ഓക്കെ, അപ്പം എല്ലാവിധ ആശംസകളും. അപ്പം നമ്മുടെ വേദികൾ നടക്കുന്ന പരിപാടിയിലേക്ക് കണ്ണോടിച്ച് പെട്ടെന്ന് വരാം.